ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. റീഡിങ്സ് ഓൺ കേരളയുടെ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂളിൻ്റെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ കുറ്റിപ്പുറം ബ്രിഡ്ജ്, ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി, ക്രിസ്ത്യൻ ഹെറിറ്റേജ്, ഈ 3 പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ അടുത്തുള്ള റിയൽ ആയിട്ടുള്ള കുറ്റിപ്പുറം ബ്രിഡ്ജ് വന്നതിൽ പിന്നെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എടശ്ശേരി ഗോവിന്ദൻ നായർ ഈ കവിതയിലൂടെ പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ദ പോയിറ്റ് ആൻസൈറ്റി അൺസർട്ടനിറ്റി അബൌട്ട് ദ പ്രോസസ് ഓഫ് മോഡേണൈസേഷൻ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ബ്രിഡ്ജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോഡേണൈസേഷൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ അവിടെ ഇല്ലാതെയായി. ആ ഒരു ഗ്രാമ ഭംഗി, ആ ഒരു ട്രഡീഷണൽ ബ്യൂട്ടിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഒരു പോയിറ്റിൻ്റെ ആൻസൈറ്റി അൺസർട്ടനിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ദ ബ്രിഡ്ജ് ഹിയർ സിംബിളൈസസ് മോഡേണിറ്റി. അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് സിംബിളൈസ് ചെയ്യുന്നത് മോഡേണിറ്റിനെയാണ്. ദ പോയിറ്റ് ഇസ് നൊസ്റ്റാൾജിക് അബൌട്ട് എ പ്രീ ഇൻഡസ്ട്രിയലൈസ്ഡ് അഗ്രേറിയൻ പാസ്റ്റ് വെൻ എവ്രി വൺ വാസ് ലിവിംഗ് ഇൻ എ ട്യൂൺ വിത്ത് നേച്ചർ അറൌണ്ട് ദ ബാങ്ക്സ് ഓഫ് നില. അപ്പോൾ നില, ഭാരതപ്പുഴ, പേരാർ എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്, ഈ ഒരു പുഴേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇരുന്ന് കുട്ടിക്കാലത്ത് കളിച്ച കാര്യങ്ങളും നാട്ടനൂഴുക എന്ന് പറയുന്നൊരു ഇതൊക്കെ ഉണ്ട്, ഒരു പെനാലിറ്റിയാണ് ഒരു ഗെയിമിൽ. അപ്പോൾ അതിനെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ നമ്മുടെ പോയിറ്റ് ആലോചിക്കുന്നുണ്ട്. Then, in the first few stanzas of the poem, the poet tells us the construction of the bridge and the proud feeling he has upon the human achievement. അപ്പം ഈ ഒരു ഹ്യൂമൻ അച്ചീവ്മെൻറ്റിൽ, ബ്രിഡ്ജ് പണിതതിൽ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ റൈറ്റർ അതുമ്മ കയറി നിൽക്കുന്നത്. 23 ലക്ഷം രൂപ മുടക്കി പണിത ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ്, അത്രയും ഒരു അച്ചീവ്മെൻ്റ് അല്ലേ നമ്മുടെ ഗ്രാമത്തിൽ വന്നതിൻ്റെ ഒരു പ്രൗഡ് ഫീലിലാണ് നമ്മുടെ പോയിട്ട് അതിന് മുകളിൽ കയറി നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിലൊക്കെ നമുക്ക് ആ ഒരു പ്രൗഡ് ഫീൽ കാണാൻ സാധിക്കുന്നുണ്ട്. 23 ലക്ഷം രൂപയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ആ ഒരു 4th സ്റ്റാൻസിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഹി എക്സ്പ്രസസ് ദ ഫിയർ ഹി ഹാസ് അബൌട്ട് ദ റിവർ ബാങ്ക് ദാറ്റ് ഇറ്റ് മേ ബി വാഷ്ഡ് എവേ. ഇനി ആ ഒരു പുഴ ഇല്ലാതാകും എന്നുള്ള, പണ്ടൊക്കെ കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നിരുന്നൊരു പുഴയാണ്, ഇപ്പം അത് വറ്റി വരണ്ടു പോയി. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ആൻസൈറ്റി നമുക്ക് 4th സ്റ്റാൻസിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിന് ഇടയിലുള്ള സ്റ്റാൻസുകളിലൊക്കെ ആളുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുന്നതും റിവർ ബാങ്കിനെ കുറിച്ച് പറയുന്നതും കളിക്കൂട്ടുകാരെ കുറിച്ച് പറയുന്നതും റിവറിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് പിന്നീടുള്ള സ്റ്റാൻസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ വില്ലേജ്, അവിടുത്തെ കാവ്, പീപ്പിൾ ട്രീ, സോങ്സ് ഓഫ് ദി പ്ലഫ്മാൻ ഒക്കെയും നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. അതൊക്കെ തന്നെ urbanization ഭാഗമായിട്ട് ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് കടക്കുന്ന സമയത്ത് റിസൾട്ട് ഓഫ് ദി urbanization ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കവിതയിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിൽ നമ്മുടെ ഈ ഒരു കവിതയുടെ തീം പഠിച്ചു വയ്ക്കുക. ഒരു urbanization അല്ലെങ്കിൽ ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് കുറ്റിപ്പുറം ബ്രിഡ്ജ് മാറി, ഒത്തിരി നല്ല കാര്യങ്ങൾ മാഞ്ഞുപോയി. അപ്പം അതൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇവിടെ പ്രൗഡ് തോന്നാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ലക്ഷം രൂപ മുടക്കി പണിത ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലാണ് ഇവിടെ പ്രൗഡ് ഫീലായിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹൗ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജിന്റെ ബ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ റിവർ നില ഓർ പേരാർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ഓൺ ദ സാൻഡി ഷോസ് ചിൽഡ്രൻ പ്ലേ ഗെയിം ലൈക്ക് പൂത്താങ്കൂൽ പോലെയുള്ള ഗെയിംസ് കുട്ടികൾ കളിച്ചിരുന്ന ആ ഒരു റിവർ ബാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അവിടെയൊക്കെ നമ്മുടെ റൈറ്റർ കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ ഡിഫറെൻറ്റ് ബേർഡ്സിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതായത് കിങ് ഫിഷർ, സ്പാരോ, ക്രെയിൻ, കൈറ്റിനൊക്കെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ പറന്നു പോയിരുന്ന അത്രയും ഉയരത്തിലാണ് ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മുടെ പോയിട്ട് കയറി നിൽക്കുന്നത്. ദെൻ അത് അടുത്ത ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഹാപ്പൻ വെൻ ദ റിവർ ഈസ് ഇൻ സ്പേറ്റ്? വെൻ ദ റിവർ ഈസ് ഇൻ സ്പേറ്റ് ഇറ്റ് ഓവർഫ്ലോസ് ദ ബാങ്ക്സ് ദെൻ നോ ബോട്ട് വുഡ് വെഞ്ചർ ഔട്ട് അറ്റ് ദാറ്റ് ടൈം. അതായത് കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഒരു ബോട്ട് പോലും അതിലെ പോകാനായിട്ട് ഭയപ്പെടും എന്നാണ് പറയുന്നത്. കിളികൾ പോലും അതിലെ പോവാറില്ല. പക്ഷേ ഇപ്പം എന്താ വറ്റി വരണ്ട് പോയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ത്രഷോൾഡ് ഓഫ് എ ന്യൂ വേൾഡ് എന്നിവിടെ പറയുന്നുണ്ട്. കുറ്റിപ്പുറം ബ്രിഡ്ജ് ഒരു ത്രഷോൾഡ് ഓഫ് എ ന്യൂ വേൾഡ് ആണ്, അതായത് പുതിയ വേൾഡിലേക്കുള്ള ഒരു വാതിൽപ്പടി. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടിയാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ശരിയാണ്, മോഡേണൈസേഷൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതിലൂടെ ഒത്തിരി ട്രഡീഷണൽ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. ദെൻ ഹു വാസ് ദ നറേറ്റേഴ്സ് പ്ലേമേറ്റ് ഫ്രം ദ ഡേ ഓഫ് ഹിസ് ബർത്ത്? അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലെയുള്ള പ്ലേമേറ്റ് ആയിട്ട് ആരും ഇവിടെ പറയുന്നത് ആ ഒരു റിവർ അല്ലെ, പേരാർ അല്ലെങ്കിൽ നിള എന്നറിയപ്പെടുന്ന ആ ഒരു റിവറിനെയാണ് പ്ലേമേറ്റ് ആയിട്ട് പറയുന്നത്. ദെൻ വാട്ട് ഹാപ്പൻ ടു ദ നെയ്ബർഹുഡ് കണക്ഷൻ ആസ് എ റിസൾട്ട് ഓഫ് urbanization?
അപ്പോൾ urbanization-ലൂടെ നൈബർഹുഡ് കണക്ഷനൊക്കെ ഇല്ലാതായി എന്നാണ് പറയുന്നത്. കണക്ഷനൊക്കെ പോയി എന്നിവിടെ പറയുന്നുണ്ട്. നൈബേഴ്സ് വിൽ ബിക്കം സ്ട്രേഞ്ചേഴ്സ് ആയി പോയൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ what according to the narrator are the fates awaiting the deity of Mallur and Andi Mahakalan Kunna. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. Andi Mahakalan Kunna that is still standing in glory will seem like a spinning top hurled by hot-headed child robot. അപ്പോൾ ഒരു ചൈൽഡ് റോബോട്ട്, തലയ്ക്ക് ചൂട് പിടിച്ച ഒരു ചൈൽഡ് റോബോട്ട് പമ്പരം കറക്കുന്നത് പോലെയാണ് അന്തി മഹാകാലൻ കുന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉള്ളത്. ദെൻ മല്ലൂർ കയം ഒരു സ്ട്രേഞ്ച് നെയിമായിട്ട് മാറി. മല്ലൂർ ദേവനെയും മല്ലൂർ കയത്തെയും ഒന്നും ആരും അറിയുന്നില്ല. ഇത് അവരുടെ ഗ്രാമത്തിൽ ആ ഒരു പുഴയോരത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഈ കുന്നും മല്ലൂർ ദേവനും മല്ലൂർ കയൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഇഫ് മാൻ ടേൺസ് ഇൻ ടു മിഷൻ മദർ പേരാർ വിൽ ടേൺ ഇൻ ടു സാഡ് ആൻഡ് ഫൗൾ സ്മെല്ലിംഗ് ഡ്രെയിൻ. അപ്പോൾ ഇനി മനുഷ്യന്മാരൊരു മെഷീനായിട്ട് മാറിക്കഴിഞ്ഞാൽ മദർ പേരാർ എന്തായിട്ട് മാറും? ദുർഗന്ധം ഉള്ള ഒരു ഡ്രെയിൻ, ഒരു അഴുക്ക് ചാലായിട്ട് ഈ ഒരു പുഴ മാറും എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മോഡേണൈസേഷനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഹ്യൂമൻ അച്ചീവ്മെന്റിനെ നോക്കി കാണുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പാഠഭാഗമാണ് ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി, ലളിതാംബിക അന്തർജനത്തിന്റെയാണ്. ദ സ്റ്റോറി ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി റെപ്രസെന്റ് ആൻ ഏജ് ഓഫ് ട്രാൻസിഷൻ ഇൻ ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള. ഇറ്റ് വാസ് റിട്ടൺ ആഫ്റ്റർ ദി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹാഡ് എനാക്റ്റഡ് ദ ലാൻഡ് ഫോംസ് 1969. അപ്പം ഇതിൽ ജന്മി വ്യവസ്ഥ, പണ്ടത്തെ ഇല്ലങ്ങളെ കുറിച്ചുള്ള അവരുടെ കഥകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു നമ്പൂതിരി ഹൗസിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് കുഞ്ഞാത്തോലമ്മ. കുഞ്ഞാത്തോലമ്മ ഗോവിന്ദൻകുട്ടി എന്നുള്ള ഒരു കുട്ടീനെ അച്ഛൻ മരിച്ചതിന് ശേഷം വളർത്തുകയും അവന്റെ അമ്മയും നോക്കുന്നുണ്ട്, കുട്ടീനെ വളർത്തുകയും ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻകുട്ടി കുഞ്ഞാത്തോലമ്മയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. അതിനുശേഷം ഒരു മിനിസ്റ്റർ ആയിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരൊന്നും തിരിഞ്ഞ് നോക്കുന്നില്ല, ഇവരെ കുറിച്ചൊക്കെ മറന്നുപോയി. പക്ഷേ കുഞ്ഞാത്തോലമ്മ നേരിട്ട് ഒരു സഹായം ചോദിക്കാനായിട്ട് മിനിസ്റ്ററായ ഗോവിന്ദൻകുട്ടിയുടെ അടുത്തേക്ക് വരുന്നതാണ് കഥാസന്ദർഭം. ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഗോവിന്ദൻകുട്ടി മിനിസ്റ്ററാണ്, കുഞ്ഞാത്തോലമ്മ നമ്പൂതിരി ഹൗസിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്, പിന്നെ 7 years ഓൾഡ് ബോയ് നമ്മുടെ കുഞ്ഞാത്തോലമ്മയുടെ കൂടെ വരുന്നുണ്ട്, കുഞ്ഞാത്തോലമ്മയുടെ ഗ്രാൻഡ് സൺ ആണ്. പിന്നെ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടി എന്നാണ്. അപ്പോൾ ഗോവിന്ദൻകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മയായിട്ടുള്ള ലക്ഷ്മിക്കുട്ടിയും ഗോവിന്ദൻകുട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞാത്തോലമ്മയാണ്. ലക്ഷ്മിക്കുട്ടിയുടെ മരണശേഷം കുഞ്ഞാത്തോലമ്മയാണ് ഒറ്റയ്ക്ക് ഗോവിന്ദൻകുട്ടീനെ പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു പാഠഭാഗത്തിൽ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് കുഞ്ഞാത്തോലമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഉള്ളൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഡു യു വോണ്ട് ടു കിൽ മീ എന്ന് ആരോടാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ ഗോവിന്ദൻകുട്ടി തൻ്റെ സെക്രട്ടറിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം ആകെ നേരം വൈകി, എല്ലാ ടെൻഷനും ഉണ്ട്. അതിലൂടെ ഒരു സ്ത്രീ തന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചപ്പോഴാണ് നീ എന്നെ കൊല്ലാൻ നോക്കുകയാണോ, ഞാനൊരു മനുഷ്യനല്ലേ എന്ന് പറയുന്നത്. Then ഗോവിന്ദൻകുട്ടി കൺട്രോൾ ഹിസ് ഇറിറ്റേഷൻ ആൻഡ് സ്മൈൽഡ് പ്ലസന്റ്ലി ടു എവ്രി വൺ ദോ ഹി വാസ് ടയേർഡ്. അത്രയും ടയേർഡ് ആണെങ്കിലും തന്നെ കാണാനായിട്ട് കാത്തു നിന്ന എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദൻകുട്ടി. ഓക്കെ, അത് നമ്മുടെ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ദെൻ ഹു വാസ് അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് ഹു കെയിം ടു സീ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടീനെ കാണാൻ വന്നത് ആരാ? അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് കുഞ്ഞാത്തോലമ്മയാണ്. അപ്പം ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കുഞ്ഞാത്തോലമ്മയുടെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ അവരെ പണ്ടത്തെ കാലത്ത് ഗോവിന്ദൻകുട്ടീനെ വളർത്തിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കുള്ള സമയത്ത് തന്നെ വളർത്തിയ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ആ ഒരു കഥ ഒന്ന് സമ്മറി നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വ്രതമൊക്കെ എടുക്കുന്ന ഒരു കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാത്തോലമ്മയുടെ ക്യാരക്ടർ സ്കെച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ ഹൂസ് വോയിസ് വാസ് സ്വീറ്റർ ദാൻ ഡെലീഷ്യസ് ഫുഡ് ഫോർ ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ആരുടെ വോയിസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? കുഞ്ഞാത്തോലമ്മയുടെ വോയിസിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളും നിങ്ങൾ നോക്കി വെക്കണം. ദെൻ അടുത്ത ചാപ്റ്റർ ക്രിസ്ത്യൻ ഹെറിറ്റേജ് ആണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. അപ്പോൾ ഇതിലും ക്യാരക്ടർ സ്കെച്ച് വരുന്നുണ്ട്. നമ്മുടെ കൊച്ചു തൊമ്മിയുടെ ക്യാരക്ടർ സ്കെച്ച്. ബഷീറിനെ കാണാൻ വരുന്ന ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളാണ് കൊച്ചു തൊമ്മി എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു തൊമ്മി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്ന വഴിയാണ്. മക്കളൊക്കെ സെറ്റിൽഡായി, ഭാര്യ മരിച്ചു, ഒറ്റയ്ക്കാണ് താമസമൊക്കെ. അപ്പോൾ ബഷീറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് ബഷീറിനെ കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കൊച്ചു തൊമ്മി. കൊച്ചു തൊമ്മി വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പെസൻ്റാണ് അദ്ദേഹം. അതേപോലെ തന്നെ ബഷീറിൻ്റെ അടുത്ത് വന്നപ്പോൾ അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ കിടക്കാൻ നേരത്ത് നമ്മുടെ ബഷീറിൻ്റെ വൈഫ് ഫാത്തിമ
ഒരു പില്ലോ ആയിട്ട് കൊടുക്കുന്നത്, പില്ലോ പോലെ വെക്കാൻ കൊടുക്കുന്നത് ഒരു ബുക്കാണ്. ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കാണ് അദ്ദേഹത്തിന് പില്ലോ ആയിട്ട് വെക്കാനായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആൾ തിരിച്ചു പോയപ്പോൾ ബഷീർ ആൾക്ക് 10 രൂപ ബസ് ഫെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ കേട്ടോ. ആ ബുക്കിൻ്റെ പേര് ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ ബൈ ശ്രീ ജോൺ ഓച്ചൻതുരുത്ത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ ഫുൾ നെയിം പഠിച്ചു വയ്ക്കുക. പിന്നെ ബസ് ഫെയർ ആയിട്ട് ബഷീർ കൊടുക്കുന്നത് 10 രൂപയാണ്. ജസ്റ്റ് ആയിട്ട് വന്ന കൊച്ചു തൊമ്മി തിരിച്ച് നമ്മുടെ ബഷീറിന് ആ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ 2 ന്യൂ 100 റുപ്പി നോട്ട്സ് ആണ് അല്ലെ, 200 രൂപയാണ് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് നാളുകൾക്ക് ശേഷം സണ്ണിൻലോടെ റിലേറ്റീവ് വന്നപ്പോൾ ഈ സെയിം ബുക്കാണ് പില്ലോ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണതാണ് ഈ 200 നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കൊച്ചുതൊമ്മിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. പിന്നെ വാട്ട് മേക്സ് ദ നരേറ്റർ പ്രൗഡ്, നരേറ്റർക്ക് പ്രൗഡ് തോന്നാനുള്ള റീസൺ. കാരണം ഒരു ക്രിസ്ത്യൻ, അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ കുറച്ച് വഴക്കുകൾ, റിലീജിയസ് ആയിട്ടുള്ള വഴക്കുകളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ വേണ്ടി ആര് വന്നു എന്നാണ് പറയുന്നത്? നമ്മുടെ കൊച്ചുതൊമ്മി, ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള കൊച്ചുതൊമ്മി വന്നു എന്ന് പറയുന്നുണ്ട്. വൈ വാസ് കൊച്ചുതൊമ്മി കം ടു സീ ദ നരേറ്റർ? നരേറ്ററിനെ കാണാൻ വന്നത് എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫാനാണ് അല്ലെ, അപ്പോൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹു ഓൾ വേർ ദർ ഇൻ കൊച്ചുതൊമ്മീസ് ഫാമിലി? കൊച്ചുതൊമ്മിയുടെ ഫാമിലിയിൽ 9 മക്കളാണ്. 4 ആൺമക്കളും 5 പെൺമക്കളും. പെൺമക്കളുടെയൊക്കെ കല്യാണം കഴിച്ചു പോയി, ആൺമക്കളൊക്കെ സെറ്റിൽഡ് ആണ്. വൈഫ് മരണപ്പെട്ടു. ഇത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ വൈ ഡിഡ് കൊച്ചുതൊമ്മി സ്റ്റേ ബാക്ക് അറ്റ് ദ റൈറ്റേഴ്സ് ഹൗസ് ഓൺ ദ നൈറ്റ്? ഒരു രാത്രി നമ്മുടെ ബഷീറിന്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നാണ് ചോദിക്കുന്നത്, എന്തിനാണെന്നാണ്. അപ്പോൾ അത് ഒരു ഫാനാണല്ലോ, അപ്പം സംസാരിച്ചിരുന്ന് ഒത്തിരി നേരം വൈകി. അപ്പോൾ കൊച്ചുതൊമ്മിക്ക് ഒത്തിരി സന്തോഷമായി അവിടെ നിൽക്കാന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, അതായത് അവരെ നമ്മളെ സ്വീകരിക്കുന്ന കാര്യങ്ങളും ഭക്ഷണം കൊടുത്തതും ഒക്കെ നമ്മുടെ കൊച്ചുതൊമ്മിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ പിന്നെ അന്ന് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ദെൻ എന്താണ് കൊച്ചുതൊമ്മിക്ക് പില്ലോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ ബൈ ശ്രീ ജോൺ ഓച്ചൻതുരുത്ത്. ഇതങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അടുത്തത് വാട്ട് വാസ് കൊച്ചുതൊമ്മി ഗിഫ്റ്റ്? കൊച്ചുതൊമ്മിയുടെ ഗിഫ്റ്റ് എന്തായിരുന്നു? 200 റുപ്പി നോട്ടായിരുന്നു കൊച്ചുതൊമ്മിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് 3rd മൊഡ്യൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3rd മൊഡ്യൂളെല്ലാം അത്യാവശ്യം സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റത്തെ മൊഡ്യൂളാണ് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാവുന്ന ഒരു മൊഡ്യൂള്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.